യൂണിറ്റ് 6 ഫ്രണ്ട്സ് ഇൻ ഷെൽഫ്. എന്താണ്? ഷെൽഫിലെ കൂട്ടുകാരാണ് അല്ലേ, അതായത് ബുക്സാണ് കേട്ടോ പറയുന്നത്. ഷെൽഫിലെ കൂട്ടുകാർ എന്ന് പറയുന്നത് ബർത്ത്ഡേ ഗിഫ്റ്റ്, പിറന്നാൾ സമ്മാനം. ആ കുട്ടി കണ്ടോ എന്തോ ചിന്തിക്കുന്നുണ്ട് അല്ലേ. എന്താ അത്? ഓൾ ഗേവ് മീ ബുക്സ് വിത്ത് നൈസ് പിക്ചേഴ്സ് ടു. വാവ്, ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. എന്താണ്? എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എല്ലാവരും നല്ല ഭംഗിയുള്ള പിക്ചറുകളുള്ള ബുക്സുകൾ തന്നു. അത് നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ എന്ന് പറയുകയാണ് അല്ലേ. ഐ വിൽ ഗിവ് ദം ടു ദ സ്കൂൾ ലൈബ്രറി. എന്താണ്? ഞാനിത് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കുമെന്ന് പറയുകയാണ് അല്ലേ ആ കുട്ടി. 2 bundles of 10 ബുക്സ്. എത്ര ബുക്സാണ് ഉള്ളത്? 10 ബുക്സ് വെച്ചിട്ട് 2 കെട്ടുകളാണ് ഉള്ളത് അല്ലേ. ഹൗ മെനി ബുക്സ് ഓൺ ദ ടേബിൾ. അപ്പോൾ ടേബിളിൽ എത്ര ബുക്സാണ്? 2 bundles of 10 ബുക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 10 + 10 എത്രയാ? 20 അല്ലേ. 20 എന്ന ബോക്സിൽ എഴുതുക. ഷീ വാണ്ട്സ് ടു മേക്ക് 4 ഈക്വൽ ബണ്ടിൽസ്. ആ കുട്ടിക്ക് ബുക്സ് എല്ലാം 4 തുല്യമായ കെട്ടുകളാക്കണം. ഹൗ മെനി ബുക്സ് ഇൻ 1 ബണ്ടിൽ. അപ്പോൾ ഒരു കെട്ടിൽ എത്ര ബുക്സ് ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയാ? 20 അല്ലേ. ഫസ്റ്റ് 20യുടെ ഹാഫ്. 20യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഹാഫ് ഓഫ് 20 ഈസ്, അവിടെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി കണ്ടോ. ഹാഫ് ഓഫ് 20 എന്ന് പറഞ്ഞത് എത്രയാ? 10 ആണ് അല്ലേ. 2 ബണ്ടിൽസ് അല്ലല്ലോ ആക്കേണ്ടത്, 4 ബണ്ടിൽസ് അല്ലേ. അപ്പോൾ എങ്ങനെയാ ചെയ്യുക? ഹാഫ് ഓഫ് 10 എത്രയാ? 5 അല്ലേ. അവിടെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി കണ്ടോ. ഹാഫ് ഓഫ് 10 ഈസ് 5. സോ ജസ്റ്റ് ടേക്ക് ഹാഫ് ഓഫ് ഈച്ച് ബണ്ടിൽ. അവിടെ ബുക്സിൻ്റെ 2 ബണ്ടിൽ ഉണ്ടായിരുന്നല്ലോ 10 ബുക്സ് വെച്ചിട്ട്. ആ ഓരോ ബണ്ടിലിൻ്റെയും ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 4 ബണ്ടിൽസ് ആയില്ലേ. 10ൻ്റെ ഹാഫ് 5, അപ്പോൾ 5. പിന്നെ അടുത്ത 10ൻ്റെ ഹാഫ് 5, അപ്പോൾ 5 അങ്ങനെയല്ലേ വരിക. അപ്പോൾ 4 ബണ്ടിൽസ് ആയല്ലോ. അപ്പോൾ എത്രയാണ് വരിക? ഹൗ മെനി ബുക്സ് ഇൻ 1 ബണ്ടിൽ. ഒരു കെട്ടിൽ അപ്പോൾ എത്ര ബുക്സാണ്? 5 ബുക്സ് അല്ലേ. 5 എന്ന് ബോക്സിൽ എഴുതുക. ബുക്സ് ഓൺ ദി ഷെൽഫ്. ഹൗ മെനി ബുക്സ് ഇൻ ദ ഫസ്റ്റ് 2 റോസ്. അതായത് ആദ്യത്തെ 2 വരികളിൽ എത്ര ബുക്സ് ഉണ്ടെന്ന് ചോദിച്ചിരിക്കുകയാണ്. അവിടെ കണ്ടോ ഷെൽഫിൽ ഫസ്റ്റ് റോയിൽ 10 ബുക്സ് ആണ്, സെക്കൻഡ് റോയിലും 10 ബുക്സ്. ദെൻ ടോട്ടൽ ബുക്സ് ഇൻ ദ ഫസ്റ്റ് 2 റോസ് എത്രയാണ്? 10 + 10 അല്ലേ. 10 and 10 മേക്ക് എത്രയാ? 20 ബുക്സ് നമ്മൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 10 ബുക്സ് ഇൻ ദ തേർഡ് റോ, അതായത് മൂന്നാമത്തെ വരിയിലും 10 ബുക്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയാ? 20 and 10 മേക്ക് എത്രയാ? 30 ബുക്സ് അല്ലേ. ഇനി എന്താ കുട്ടി പറയുന്നത്? ഐ വിൽ കീപ് മൈ 20 ബുക്സ് ആൾസോ ഹിയർ. എൻ്റെ 20 ബുക്സ് ഞാൻ ഇവിടെ തന്നെ വെക്കും എന്ന് പറയാണ്. അപ്പോൾ മറ്റേ കുട്ടി എന്താ പറയുന്നത്? 10 ബുക്സ് ഇൻ ഈച്ച് റോ എന്ന്. ഓരോ വരിയിലും 10 ബുക്സ് വെച്ചിട്ട് എന്ന് പറഞ്ഞു അല്ലേ. വിത്ത് ബുക്സ് ഇൻ ദ 4th റോ, അതായത് 4th റോയിലും കൂടി വന്നു കഴിഞ്ഞാൽ എത്ര ബുക്സ് ആയി? ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയായി? 3rd റോ വരെ 30 ബുക്സ്. ദെൻ 4th റോയും കൂടി ആയപ്പോൾ എത്രയായി? 30 and 10 മേക്ക് 40 അല്ലേ. അപ്പോൾ അവിടെ ബോക്സിൽ 40 ബുക്സ് എന്ന് എഴുതുക. ആൻഡ് 10 ബുക്സ് ഇൻ ദ 5th റോ. 5th റോയിൽ 10 ബുക്സ് വെച്ചു. അപ്പോൾ ഹൗ മെനി ബുക്സ് നൗ? ഇപ്പോൾ എത്ര ബുക്സ് ഉണ്ട്? 40 and 10 മേക്ക് എത്രയാ? 50 അല്ലേ. 40 + 10 ഈസ് ഈക്വൽ ടു 50. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ഷെൽഫ്. ഷെൽഫിലുള്ള ബുക്സുകളുടെ എണ്ണം. എങ്ങനെയാണ് ഷെൽഫിൽ ബുക്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 10 ബുക്സ് ഇൻ ഈച്ച് റോ. ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാ? 5 റോസ്. 5 പത്തുകൾ അല്ലേ ആഡ് ചെയ്യണ്ടേ. 10 + 10 + 10 + 10 + 10 എത്രയാ വരിക? 50 അല്ലേ. 50 എന്ന് ബോക്സിൽ എഴുതുക. ബുക്സ് ടു ദ ക്ലാസ്സസ്. ക്ലാസ് ലീഡേഴ്സ് ടുക്ക് ബുക്സ് ഫോർ ദെയർ ക്ലാസ്സസ്. ക്ലാസ് ലീഡേഴ്സ് അവരുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ബുക്സുകൾ എടുത്തു. ഈച്ച് ബണ്ടിൽ ഹാസ് 10 ബുക്സ്. ഓരോ ബണ്ടിലും ഓരോ കെട്ടിലും എത്ര ബുക്സ് ഉണ്ട്? 10 ബുക്കുകൾ അല്ലേ. സി ഹൗ മെനി ഫോർ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സുകൾക്കും എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ക്ലാസ് ഫസ്റ്റ് നോക്കൂ. ഇവിടെ എന്താണ്? 3 bundles ഓഫ് 10 ബുക്സ് ഈച്ച് അല്ലേ. 3 കെട്ടുകൾ അല്ലേ 10 ബുക്സ് വെച്ചിട്ട്. അതല്ലേ 30. 10 + 10 + 10 30. ഇനി ആദ്യം എന്ത് ചെയ്യുക? 2 10s ആഡ് ചെയ്യുക. 2 10s ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 10 + 10 എത്രയാണ്? 20. 20യുടെ കൂടെ ഒരു 10ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 30 അല്ലേ. നെക്സ്റ്റ് നോക്കുക. ക്ലാസ് 2 നോക്കുക. ഇവിടെ എങ്ങനെയാണ്?
4 ബണ്ടിൽസ് ഉണ്ട് അല്ലേ, 4 ബണ്ടിൽസ് ഓഫ് 10 ബുക്സ് ഈച്ച് അല്ലേ. അതായത് നമുക്ക് തന്നിട്ടുണ്ട് 10 + 10 + 10 + 10. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയാണ്? 4 10s ആഡ് ചെയ്താൽ എത്ര കിട്ടും? 40 എന്ന ബോക്സിൽ എഴുതുക. ഫസ്റ്റ് 2 10s ആഡ് ചെയ്യുക, 20. 20യുടെ കൂടെ ഒരു 10 ആഡ് ചെയ്യുക, ദെൻ +10. എത്രയാണ്? 20 + 10 30, 30 + 10 40. നെക്സ്റ്റ് നോക്കൂ, എന്ത് ചെയ്യുക? 20യുടെ കൂടെ ഒരു 10 ആഡ് ചെയ്യുക. അപ്പോൾ 20 + 10 എത്രയാണ്? 30, 30 + 10 എത്രയാണ്? 40. ക്ലാസ് 3rd ആണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് നമുക്ക് 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് വരിക? എത്ര 10s വേണം 50 ആവാനായിട്ട്? 5 10s അല്ലേ. ഇവിടെ 5 ബോക്സസ് നമുക്ക് തന്നിട്ടുണ്ട്. 10 + 10 + 10 + 10 + 10 അല്ലേ 50 വരിക. ഫസ്റ്റ് 2 10s ആഡ് ചെയ്യുക, 20 കിട്ടും. നെക്സ്റ്റ് 2 10s ആഡ് ചെയ്യുക, 20 + 20 40. നെക്സ്റ്റ് ഒരു 10 ബോക്സിലേക്ക് എടുത്ത് എഴുതുക. 20 + 20 40, 40 + 10 50 അല്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്യുക? 20 20 ആഡ് ചെയ്യുക, 20 + 20 എത്രയാണ്? 40, 40 + 10 എത്രയാണ്? 50. ബോക്സിലേക്ക് 10 എന്ന് എടുത്ത് എഴുതുക. ക്ലാസ് 4 നോക്കൂ, ഇവിടെ എത്ര ബണ്ടിൽസ് ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7 8 ആണല്ലേ. 8 ബണ്ടിൽസ് ഓഫ് 10 ബുക്സ് ഈച്ച്. ഒരു ബോക്സിൽ നമുക്ക് 10 എന്ന് തന്നിട്ടുണ്ട്. ബാക്കി എത്ര ബോക്സസും കൂടി വേണം? 7 ബോക്സസ് അല്ലേ. 8 ബോക്സസ് ആവാനായിട്ട് 7 ബോക്സസിലും 10 10 10 എന്ന് എഴുതുക. അപ്പോൾ 8 10s എത്രയാണ്? 8 10s കൂട്ടിക്കഴിഞ്ഞാൽ 80 അല്ലേ കിട്ടുക. 80 എന്ന ബോക്സിൽ എഴുതുക. ഇവിടെ 50+ എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ എത്ര 10s കൂടിയാലാണ് 50 കിട്ടുക? 5 10s അല്ലേ. ബാക്കിയുള്ള 10sകൾ എടുത്ത് എഴുതുക. 50 + 10 + 10 + 10 അല്ലേ 80. 50 + 10 60, 60 + 10 70, 70 + 10 80 അല്ലേ. ഇനി എന്ത് ചെയ്യുക? 60 എന്ന് തന്നിട്ടുണ്ട്. അതായത് 50 തൊട്ടടുത്ത് കിടക്കുന്ന 10 കൂടി ആഡ് ചെയ്തു അല്ലേ. 50യുടെ കൂടെ 10 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 60 എന്ന് അവിടെ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. ബാക്കി ഇനി എന്തും കൂടിയുണ്ട്? 60 + 10 + 10 അതല്ലേ 80. 60 + 10 70, 70 + 10 80. ഇനി എന്ത് ചെയ്യുക? 60 + 10 ചെയ്യുക. 60 + 10 എത്രയാണ്? 70. 70യുടെ കൂടെ 10 ആഡ് ചെയ്താലാണ് നമുക്ക് 80 കിട്ടുക. അങ്ങനെ ബോക്സ് ഫില്ല് ചെയ്യുക. ക്ലാസ് 5th ആണ്. ഇവിടെ നോക്കൂ, നമുക്ക് എത്ര ബണ്ടിൽസ് ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7 8 9 അല്ലേ. 9 ബണ്ടിൽസ് ഉണ്ട്. ഇവിടെ 2 ബോക്സിൽ നമുക്ക് 10 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി എത്രയും കൂടിയും വേണം 9 ബണ്ടിൽസ് ആവാനായിട്ട്? 7 ബണ്ടിൽസ് വേണ്ടേ. 7 ബോക്സസിലും 10 10 10 എന്ന് എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് ബണ്ടിൽസ് എത്രയാണ്? 9 ബണ്ടിൽസ് ആണ് അല്ലേ. 9 ബണ്ടിൽസ് ഓഫ് 10 ബുക്സ് ഈച്ച്. അപ്പോൾ എത്രയാണ് വരിക? 9 10s അല്ലേ. എത്രയാ? 9 10s ഒരുമിച്ച് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 90 എന്ന ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് 50+ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 50 കിട്ടുക എങ്ങനെയാണ്? 5 10s ആഡ് ചെയ്താലല്ലേ 50 കിട്ടുക. ബാക്കി നമ്മൾ എത്ര വേണം? എത്ര 10s കൂടിയും വേണം 90 ആവാനായിട്ട്? 50 + 10 + 10 + 10 + 10 4 10s ആഡ് ചെയ്യണ്ടേ 50യുടെ കൂടെ. അതവിടെ ബോക്സിൽ എഴുതുക. ഒരു 10 നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി 3 10s എഴുതുക കേട്ടോ. അപ്പോൾ 90 കിട്ടും. ഇനി എന്ത് ചെയ്യുക? 50യുടെ കൂടെ ഒരു 10 ആഡ് ചെയ്യുക. അപ്പോൾ 60. 60യുടെ കൂടെ എത്ര 10s വേണം 90 ആവാനായിട്ട്? 3 10s വേണം. 60 + 10 + 10 + 10 90 അല്ലേ. ഇനി എന്ത് ചെയ്യുക? 60 + 10 ചെയ്യുക. അപ്പോൾ നമുക്ക് 70 കിട്ടും. 70യുടെ കൂടെ എത്ര 10s വേണം 90 ആവാനായിട്ട്? 2 10s വേണം അല്ലേ. 70 + 10 + 10 = 90. ദെൻ 70യുടെ കൂടെ 10 ആഡ് ചെയ്യുക. അപ്പോൾ 80 കിട്ടും. 80 + 10 ആണ് അല്ലേ 90 കിട്ടാനായിട്ട്. 80യുടെ കൂടെ എത്ര 10 ആഡ് ചെയ്തല്ല 90 കിട്ടുക? ഒരു 10 അല്ലേ. അപ്പോൾ 80 + 10 = 90. നമ്പർ ഓഫ് ബുക്സ് ഫോർ വിച്ച് 2 classes should be added to get the number of books of class 4. അതായത് ഏതൊക്കെ ക്ലാസ്സുകളിലുള്ള ബുക്കുകളുടെ എണ്ണം കൂട്ടിയാലാണ് ക്ലാസ് 4ലെ ബുക്കുകളുടെ എണ്ണം കിട്ടുക എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്തറിയണം? ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഓഫ് ക്ലാസ് 4 അറിയണം. അതെത്രയാണ്? 80 ആണല്ലോ. ഇനി ഈ 80 കിട്ടാനായിട്ട് ഏതൊക്കെ ക്ലാസ്സുകളിലുള്ള ബുക്സുകളുടെ എണ്ണം കൂട്ടിയാലാണ് കിട്ടുക എന്ന് നോക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഫോർ ക്ലാസ് ഫസ്റ്റ് എത്രയാണ്? 30 അല്ലേ. ദെൻ ക്ലാസ് 2 എത്രയാണ്? 40 ആണ്.
30യുടെ കൂടെ 40 ആഡ് ചെയ്താൽ എത്രയാണ് വരിക? 30യുടെ കൂടെ 40 ആഡ് ചെയ്ത് നോക്കൂ. 30 + 10 40, 40 + 10 50, 50 + 10 60, 60 + 10 70 അല്ലേ? അപ്പോൾ 70 അല്ലല്ലോ. ഇനി ക്ലാസ് ഫസ്റ്റും ക്ലാസ് തേർഡും നോക്കൂ. ക്ലാസ് ഫസ്റ്റിലെ നമ്പർ ഓഫ് ബുക്സ് എത്രയാണ്? 30 ആണ്. ക്ലാസ് തേർഡിലെ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയാണ്? 50 ആണ്. 30 + 50 ആഡ് ചെയ്ത് നോക്കൂ. 30 + 10 40, 40 + 10 50, 50 + 10 60, 60 + 10 70, 70 + 10 80. അപ്പോൾ അതാണല്ലോ ക്ലാസ് ഫസ്റ്റും ക്ലാസ് തേർഡും ആഡ് ചെയ്താലാണ് എത്ര കിട്ടുക? 80 കിട്ടുക അല്ലേ? അതായത് 30 + 50 = 80. അപ്പോൾ ക്ലാസ് ഫസ്റ്റിലത്തെയും ക്ലാസ് തേർഡിലെയും ബുക്സുകളുടെ എണ്ണം കൂട്ടിയാലാണ് ക്ലാസ് 4ലെ ബുക്സുകളുടെ എണ്ണം കിട്ടുക. നമ്പർ ഓഫ് ബുക്സ് ഫോർ വിച്ച് 2 classes ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് ദ നമ്പർ ഓഫ് ബുക്സ് ഓഫ് ക്ലാസ് 5. റൈറ്റ് ദി നമ്പർ. അതായത് ഏതൊക്കെ 2 ക്ലാസ്സുകളിലുള്ള ബുക്സുകളുടെ എണ്ണം കൂട്ടിയാലാണ് ക്ലാസ് 5ലെ ബുക്സുകളുടെ എണ്ണം കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഓഫ് ക്ലാസ് 5 നമുക്കറിയണം. എത്രയാണ്? 90 ആണല്ലോ. ഏതൊക്കെ ക്ലാസ്സുകളിലെ ബുക്സുകളുടെ എണ്ണം കൂട്ടിയാലാണ് 90 കിട്ടുക എന്ന് നമുക്ക് നോക്കണം. നമ്മൾ നേരത്തെ ക്ലാസ് ഫസ്റ്റും ക്ലാസ് സെക്കൻഡും കൂടി ആഡ് ചെയ്ത് നോക്കിയിരുന്നു. അവിടെ നമുക്ക് 70 കിട്ടി. അപ്പോൾ അതല്ല. പിന്നെ ക്ലാസ് ഫസ്റ്റും ക്ലാസ് തേർഡും കൂടി ആഡ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് 80 കിട്ടി. അപ്പോൾ അതുമല്ല. ഇനി ക്ലാസ് സെക്കൻഡും ക്ലാസ് തേർഡും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഫോർ ക്ലാസ് സെക്കൻഡ് എത്രയാണ്? 40 ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഓഫ് ക്ലാസ് തേർഡ് എത്രയാണ്? 50 ആണ്. 40 + 50 ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയല്ലേ? 40യുടെ കൂടെ 50 ആണല്ലേ ആഡ് ചെയ്യേണ്ടത്. 5 10s ആഡ് ചെയ്യണം. അതായത് 40 + 10 50, 50 + 10 60, 60 + 10 70, 70 + 10 80, 80 + 10 90. കിട്ടിയല്ലോ. 90 അല്ലേ ക്ലാസ് 5ലെ ബുക്സുകളുടെ എണ്ണം. ഇവിടെ റൈറ്റ് ദ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? 40 + 50 = 90. ഏതൊക്കെ ക്ലാസ്സിലെ ബുക്സുകളുടെ എണ്ണം കൂട്ടിയാലാണ് ക്ലാസ് 5ലെ ബുക്സുകളുടെ എണ്ണം കിട്ടുക? ഏതൊക്കെയാണ്? ക്ലാസ് സെക്കൻഡും ക്ലാസ് തേർഡും അല്ലേ? ഹൗ മെനി ബുക്സ് മോർ ഫോർ ക്ലാസ് 4 ദാൻ ഫോർ ക്ലാസ് 1? അതായത് ക്ലാസ് 1നെയും കാട്ടിലും എത്ര കൂടുതൽ ബുക്സാണ് ക്ലാസ് 4ന് ഉള്ളത് എന്നാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് 4ലെ ബുക്സുകളുടെ എണ്ണം അറിയാമല്ലോ. എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഫോർ ക്ലാസ് 4 80 ആണ്. ക്ലാസ് 1 എത്രയാണ്? 30 ആണ്. അപ്പോൾ എത്രയാണ് കൂടുതലെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 80ൽ നിന്ന് 30 കുറയ്ക്കണ്ടേ? അതല്ലേ ചെയ്യുക. അപ്പോൾ 30ൽ നിന്ന് 80ലേക്ക് ഒന്ന് കൗണ്ട് ചെയ്യുക കേട്ടോ. 30 + 10 എത്രയാണ്? 40, 40 + 10 എത്രയാണ്? 50, 50 + 10 60, 60 + 10 70, 70 + 10 80. അപ്പോൾ എത്ര 10s വേണം? 5 10s ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 50 അല്ലേ വരിക? ഡിഫറൻസ് എന്ന് പറയുന്നത് 50 എന്ന ബോക്സിൽ എഴുതുക. ഇനി എന്താ അവിടെ കുട്ടി ചോദിക്കാൻ നോക്കൂ. ആർ ദർ എനി അതർ ക്ലാസ്സസ് വിത്ത് ദ സെയിം ഡിഫറൻസ് 50? 50 എന്ന് വ്യത്യാസം വരുന്ന വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ലെറ്റർ സി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുകയല്ലേ? അപ്പോൾ ക്ലാസ് ഫസ്റ്റ് നോക്കുക. ക്ലാസ് ഫസ്റ്റും ക്ലാസ് സെക്കൻഡും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ക്ലാസ് ഫസ്റ്റ് 30 ആണ്. ക്ലാസ് സെക്കൻഡ് 40 ആണ്. 40ൽ നിന്ന് 30 പോയാൽ എത്രയാണ്? 10 അല്ലേ വരിക? 30യുടെ കൂടെ ഒരു 10 ആഡ് ചെയ്യുമ്പോഴല്ലേ 40 വരിക. അപ്പോൾ 10 ആണ് അവിടെ ഡിഫറൻസ്. അപ്പോൾ അത് തമ്മിലല്ല. ദെൻ നെക്സ്റ്റ് നോക്കൂ. ക്ലാസ് ഫസ്റ്റും ക്ലാസ് തേർഡും നോക്കൂ നിങ്ങൾ. ക്ലാസ് ഫസ്റ്റ് 30, ക്ലാസ് തേർഡ് 50. 30യുടെ കൂടെ ഒരു 20 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ 50 വരിക. 50 - 30 എത്രയാണ്? 20 ആണല്ലോ. അപ്പോൾ അതല്ല. ഇനി ക്ലാസ് ഫസ്റ്റും ക്ലാസ് 4ഉം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കണ്ടല്ലോ 50 തന്നെയാണ് ഡിഫറൻസ് അല്ലേ? അതുപോലെ വേറെ വല്ല ക്ലാസ്സും ഉണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് നോക്കൂ. ക്ലാസ് ഫസ്റ്റും ക്ലാസ് 5ഉം നോക്കൂ. ഡിഫറൻസ് എത്രയാണ് വരിക? 30ഉം 90ഉം ആണ്. 90 - 30 എത്രയാണ് വരിക? എത്ര 10s? 30യുടെ കൂടെ എത്ര 10s ആഡ് ചെയ്താലാണ് 90 വരിക? കൗണ്ട് ചെയ്ത് നോക്കുക. 60 അല്ലേ? അപ്പോൾ 60 ആണ്. അപ്പോൾ അതുമല്ല. ഇനി നമുക്ക് ക്ലാസ് സെക്കൻഡും ക്ലാസ് തേർഡും ഇതുപോലെ നോക്കണം കേട്ടോ. 40ഉം 50ഉം ആണ്. 50 - 40 അറിയാമല്ലോ 10s ആണ് വ്യത്യാസമുള്ളൂ അല്ലേ? ദെൻ ക്ലാസ് സെക്കൻഡും ക്ലാസ് 4ഉം നോക്കുക. 40ഉം 80ഉമാണ്. അതായത് 80 - 40 എത്രയാണ് വരിക? 40 അല്ലേ? 40യുടെ കൂടെ ഒരു 40 വന്നാലല്ലേ 40 + 40 അല്ലേ 80. അപ്പോൾ അതല്ല.
നെക്സ്റ്റ് ക്ലാസ് സെക്കൻഡും ക്ലാസ് ഫിഫ്ത്തും നോക്കൂ. 40യും 90യുമാണ്. 90 മൈനസ് 40 എത്ര വരിക? 40യുടെ കൂടെ എത്ര ടെൻസ് ആഡ് ചെയ്താലാണ് 90 കിട്ടുക നോക്കി നോക്കൂ. 40 + 10 50, 50 + 10 60, 60 + 10 70, 70 + 10 80, 80 + 10 90. 5 ടെൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 50 ഡിഫറൻസ് കിട്ടുന്ന വേറെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. ഏതാ? ക്ലാസ് സെക്കൻഡും ക്ലാസ് ഫിഫ്ത്തും അല്ലേ? സെക്കൻഡ് എന്ന് പറഞ്ഞ നമ്പർ എത്രയാ? 40 ആണ്. ക്ലാസ് ഫിഫ്ത്ത് നമ്പർ എത്രയാ? 90 ആണ് അല്ലേ? തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരിക? 50 അല്ലേ? അതവിടെ എഴുതുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.